ഇപ്പോ 2 ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത്. അതിനിടയ്ക്ക് ആ പിള്ള കയറി അങ്ങോട്ടേക്ക്. പുതിയതായി ആരെയും മുന്നണിയിലെടുക്കേണ്ടത് പിള്ള. കൂടെ കൂടാൻ കുറെ ഈർക്കിളി നേതാക്കന്മാരും. അവസാനം എടുത്ത് വെളിതള്ളെന്ന് പറഞ്ഞപ്പോ ഒക്കെ അങ്ങ് അടങ്ങി. പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും. ഞാൻ ഒരു കൗൺസിലിംഗ് എഴുതരാം. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം 2 ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനോ അറിയാം ജോസഫിന്. നിനക്കതറിയില്ല. ഭരത് ചന്ദ്രൻ IPS. ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത CPM-കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പൊ SIT-യിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് SIT-യിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ്. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി ഏത് കോൺഗ്രസ് നേതാവിന്റെ അന്വേഷണം? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ CPM നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ്? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പോടാ. സ്വർണം കവർച്ച ചെയ്തത് CPM നേതാക്കളാണ്. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കില്ല എന്റെ ജോലി. അല്ല ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. ആ വാചകം ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവര് സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ. അതുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു.